ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്തൊക്കെ പോയവരാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സമ്മർ ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഇടിഞ്ഞു തൂങ്ങാനൊക്കെ തുടങ്ങും. ആ ഒരു സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട നമുക്ക് ഒരെണ്ണമൊന്നും വേണ്ട, ഒരു 2-3 സ്പൂൺ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് നമ്മൾ ഇല്ല എങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, നോർമൽ വാട്ടർ മാത്രം മതി. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ തോലൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ ഭാഗത്തിലുള്ള ഗ്രേറ്ററാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പിങ് കേട്ടോ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലില്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ്. 1 സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയില്ല. ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോടു കൂടിയാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്ത് പോകും. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഒരു 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മഞ്ഞ ആവശ്യമില്ല, മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം ഒരു 2 സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചെറിയ ചൂടിൽ തന്നെ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ ഏതെങ്കിലും ഒരു അരിപ്പയിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിത് നന്നായിട്ട് തണുത്താറിയതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു 3 ദിവസം വരെ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ വെയിലേറ്റിട്ടുള്ള മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.